ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ ഗുരുജി. നീണ്ട 43 വർഷമായിട്ട് ഞാൻ ജ്യോതിഷവും അസ്ട്രോളജിയും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ജ്യോതിഷവും ബ്ലാക്ക് മാജിക്കും കൂടോത്രവും എല്ലാം പഠിക്കുവാനുള്ള സൗകര്യം എനിക്കുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ രാഘവ പണിക്കർ എന്ന് പറഞ്ഞ മഹാനായ സ്വർണ്ണപ്രശ്നം നോക്കുന്ന ആളായിരുന്നു. അദ്ദേഹം കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ തരത്തിലുള്ള ക്ഷേത്രങ്ങളിലും പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജ്യോതിഷത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിരവധി ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് കൂടോത്രവും അതിൻ്റെ കൈവഴികളും അതിൻ്റെ നിഗൂഢതകളും പഠിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. കാലം ഞാൻ ഇത്തരം മാന്ത്രിക കർമ്മങ്ങൾ പഠിക്കാൻ വേണ്ടി അലഞ്ഞു. ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അങ്ങനെ ഒട്ടനവധി നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുവാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വശീകരണത്തെക്കുറിച്ചാണ്. എന്താണ് വശീകരണം എന്നുള്ളതൊക്കെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ വശീകരണം, പ്രണയം, കാതൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും മറ്റുള്ള മതക്കാർക്കും മറ്റുള്ള ഭാഷക്കാർക്കുമെല്ലാം തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അല്ലെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വശീകരണം എന്ന് പറയുന്നത് 21 തരം പൂജാകർമ്മങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ശക്തമായ കർമ്മം സർവമോഹിനി വശീകരണം എന്ന അതിമഹത്തായ ബൃഹത്തായ ഒരു കർമ്മം തന്നെയാണ്. അത് ചെയ്യാൻ അറിയുന്നവർ ഇന്ന് കേരളത്തിൽ ഒരു 3-4 പരമ്പര മാത്രമേ ഉള്ളൂ. അതിലൊരു പരമ്പരയാണ് എൻ്റെ പരമ്പര, മുട്ടിശ്ശേരി തറവാട്, മുട്ടിശ്ശേരി ട്രഡീഷൻ. എല്ലാവിധ കർമ്മങ്ങളും വശീകരണമായിട്ടുള്ളതും മാരണമായിട്ടുള്ളതും ഉച്ചാടനമായിട്ടുള്ളതും സ്തംഭനമായിട്ടുള്ളതും ദേഷണമായിട്ടുള്ളതും വശീകരണമായിട്ടുള്ളതും ശാന്തി ആയിട്ടുള്ളതുമായ 6 തരത്തിൽപ്പെട്ട കൂടോത്രം വിഭജിച്ചിരിക്കുന്നത് 6 തരത്തിലാണ്. ആ 6 തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാൻ എനിക്ക് അറിയാം. നീണ്ട അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുണ്ട്. വശീകരണം തുടങ്ങുന്നത് മോഹിനി വശീകരണ പൂജയിലാണെങ്കിൽ അതിൻ്റെ 21ാമത്തെ കർമ്മം എന്ന് പറയുന്നത് സർവമോഹിനി വശ്യം എന്നുള്ള ഏറ്റവും വലിയ കർമ്മമാണ്. അതിൻ്റെ ശ്ലോകങ്ങൾ തന്നെ 1,08,000 മന്ത്രങ്ങളൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള നമ്പറുകളും അക്കങ്ങളും എല്ലാം തന്നെ ചിട്ടയായിട്ടുള്ള മാന്ത്രിക പ്രവൃത്തികളിലൂടെ നടത്തുന്ന ആചാര നിഷ്ഠകളുള്ള ഒരു കർമ്മമാണ് ആ കർമ്മം. അത് കുറച്ച് ചിലവുള്ള കർമ്മമാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് അവസാനമായിട്ടുള്ള കർമ്മമാണ്. മിക്കവർക്കും വേണ്ടത് അത്തരം വലിയ കർമ്മങ്ങളൊന്നും ആവശ്യമില്ല. അത് ഏറ്റവും അവസാനത്തേതെന്ന് പറയുമ്പോൾ തന്നെ ആ കർമ്മത്തിൻ്റെ ഉഗ്രശക്തി നമ്മൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ സ്നേഹത്തിനും അവൻ ഉൾപ്പെടുന്ന ആഗ്രഹങ്ങൾക്കും അവൻ്റെ സർവാഭിഷ്ടതയ്ക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓരോ കർമ്മവും അതിൻ്റെ നിഷ്ഠകളും അതിൻ്റെ പരിസമാപ്തികളും ഒക്കെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യുന്നത് അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അത് നമ്മൾ അഞ്ജനമെഴുതി നോക്കി, അഞ്ജനം എന്ന് പറയുന്നത് മഷിനോട്ടമാണ്. ആ മഷിനോട്ടത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ നോക്കും. 16 കൂട്ടം മരുന്നുകളുടെ ഒരു മിശ്രിതമാണ് അഞ്ജനം. അതിലുപയോഗിക്കുന്ന പല സാധനങ്ങളും കിട്ടാൻ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു. ആ മാന്ത്രിക പ്രവൃത്തികൾക്ക് ശേഷമാണ് എന്തൊക്കെ തടസ്സങ്ങൾ നിലനിൽക്കുന്നു ഒരു വശീകരണത്തിന്. ആ വശീകരണം എന്തുകൊണ്ടാണ് അവിടെ നടക്കാതെ പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തമ്മിലുള്ള കോണ്ടാക്ട്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയത്? വളരെയധികം
സ്നേഹിച്ചിരുന്ന, പ്രേമിച്ചിരുന്ന, പ്രണയിച്ചിരുന്ന അവർ എന്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വളരെ നിസ്സാരമായ ഒരു വഴക്കുകൊണ്ട് വേർപിരിഞ്ഞു? പിന്നീട് എന്തുകൊണ്ട് അവർക്ക് പരസ്പരം കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു? അവർ അല്ലെങ്കിൽ മറ്റ് ഇണയെ തേടി പോകുന്നു? ഇതെല്ലാം നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ ഒരു വ്യക്തി മറ്റൊരാളെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും സങ്കടങ്ങളുമെല്ലാം തന്നെ അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. എന്നാൽ മറ്റേ വ്യക്തിക്ക് ഈ വ്യക്തിയോട് ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അയാൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല, അവൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. ഇയാൾ വളരെയധികം താണു കൊടുക്കുന്നു, ഇവൾ വളരെയധികം താണു കൊടുക്കുന്നു. എന്നിട്ടും യാതൊരു പോംവഴിയും ഇല്ലാതെ ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ചിലപ്പോൾ സ്വാർത്ഥപരമായുള്ള കാര്യങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ തിരിച്ചു വരാത്തത്. പക്ഷെ ആ ഒരു അവസ്ഥയിലും ഒരു വ്യക്തിക്ക്, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവൾക്ക് അവന് എതിർ പാർട്ടിയെ നഷ്ടപ്പെടാൻ കഴിയില്ല. ആ സമയത്താണ് നമ്മുടെ വശീകരണത്തിൻ്റെ പ്രസക്തി. ആ പ്രസക്തി നമ്മൾ കർമ്മങ്ങളിലൂടെ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മനസ്സ് മാറ്റി തിരിച്ചു കൊണ്ടുവരിക. അതാണ് വശീകരണത്തിൻ്റെ ധർമ്മം. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു കർമ്മമാണ് വശീകരണം. 21 ദിവസം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തി കിട്ടുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം ഒരു 90% നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർക്ക് എപ്പോഴും എന്നെ സമീപിക്കാവുന്നതാണ് വശീകരണത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.